ഇത്ര ദൈവികമായിട്ടുള്ള ഒരു ബിസിനസ്, ഇത്ര ഒരു ഡിവൈൻ ബിസിനസ് നമുക്ക് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു ഡിവൈൻ പ്ലാറ്റ്ഫോം ഒക്കെ നമുക്ക് ഇത്തരത്തിൽ എത്തിച്ചു തന്നിരിക്കുന്നത് അത് വേറെ ആരുമല്ല, അത് നമ്മളൊക്കെ വിശ്വസിക്കുന്ന നമ്മുടെ ദൈവം തന്നെയാണ് നമുക്കത് കൊണ്ടുതന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ആ ഒരു അക്കൗണ്ടബിലിറ്റി നമ്മൾ ദൈവത്തോടും കാണിക്കേണ്ട ആവശ്യമുണ്ട്. ഇത്തരത്തിൽ ഒരു കാര്യം നമുക്ക് അറിയാൻ സാധിച്ചുവെങ്കിൽ, ഇങ്ങനെ ഒരു ഭാഗ്യകരമായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രമാത്രം ഇതിനകത്ത് അക്കൗണ്ടബിൾ ആയിട്ടിരിക്കുന്നു. നമ്മളിലൂടെ എത്രയോ പേരിലേക്ക് എത്തിച്ചേരാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും എന്റെ വീട്ടിൽ ഞാൻ ഇറങ്ങുന്നത്. അല്ലാതെ ഇന്ന് ആരെങ്കിലും പിടിക്കണം അല്ലെങ്കിൽ ആരെങ്കിലും വീഴിക്കണം. ചില ആൾക്കാരൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്, ഇന്ന് അവരെ ഒന്ന് വീഴിക്കാൻ പറ്റുമെന്ന് നോക്കണം. സുഹൃത്തുക്കളെ, ഇത് വീഴിക്കുന്ന സ്ഥലമല്ല, അല്ലെങ്കിൽ പെടുത്തുന്ന സ്ഥലമല്ല, രക്ഷപ്പെടുത്തുന്ന സ്ഥലമാണ്. കുറെ ആളുകളെ രക്ഷപ്പെടുത്താനായിട്ട് നമുക്കൊരു ഒന്നാം തരം അവസരം തന്നിട്ട് ദൈവം നമ്മളോട് ചോദിക്കുകയാണ്, എത്ര പേരെ നീ രക്ഷപ്പെടുത്തി, എത്ര പേരെ നിനക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്, നിനക്ക് എത്ര പേരെ രക്ഷപ്പെടുത്താനുള്ള പ്ലാൻ ഉണ്ട് നിനക്ക്. ഒരിക്കലും നമ്മളിങ്ങനെ പറയാറുണ്ട്, പലപ്പോഴും ഒരു മരണവക്തത്തിലാകപ്പെട്ട ആളുകളെ രക്ഷിക്കാനായിട്ട് ദൈവം ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവം തന്നെ നേരിട്ട് വന്നാലേ ഞാൻ അതിനകത്ത് പിടിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ അതിനകത്ത് കയറി പോവുള്ളൂ എന്ന് പറയുന്ന, അങ്ങനെ പോലും വാശി പിടിക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ടെന്ന് പല കഥകളോട് കേൾക്കാറുണ്ട്. കഥ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്യുകയാണ്. അതുകൊണ്ട് ഒരുപക്ഷെ നമ്മളെ ഉപയോഗിച്ചുകൊണ്ട് കുറെ ആളുകളെ രക്ഷപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര പേരിലേക്ക് അത് എത്തിക്കാനാണ് സാധിക്കുന്നത്. ആ ദൈവത്തോട് നമ്മൾ എത്രമാത്രം കമ്മിറ്റഡ് ആണ്, ആ ദൈവത്തോട് നമ്മൾ എത്രമാത്രം അക്കൗണ്ടബിൾ ആണ്, ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഞാനിവിടെ തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഏതാണ്ട് 8 പോയിന്റുകൾ ഞാനിവിടെ സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ആ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക, അതിനെ എടുക്കുക, പോസിറ്റീവായിട്ട് എടുക്കുക. ടു ദ സെൽഫ് നമ്മൾ അക്കൗണ്ടബിൾ ആണ്, അതുപോലെ ടു ദ ഫാമിലി, ടു മൈ അപ്ലൈൻ, ടു മൈ ഡൗൺ ലൈൻസ്, ടു ദ സിസ്റ്റം, ദെൻ ടു ദ പ്രോഡക്ട്സ്, ടു ദ മാനേജ്മെന്റ്, അൾട്ടിമേറ്റ്ലി ആൻഡ് ടു ദ ഗോൾ. അപ്പൊ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഇന്ന് മുതൽ നമ്മളുടെ പ്രവർത്തന രീതിക്ക് ഒരു മാറ്റം വരും. സീരിയസ് ആയിട്ടാണ്, ആത്മാർത്ഥതയോടെയാണ് നിങ്ങൾ ഇത്രയും സമയം ഇവിടെ ഇരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാറ്റം വരും, വന്നേ മതിയാവുള്ളൂ, അതെനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ ആ കാര്യത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ഈ ഒരു 8 പോയിന്റുകൾ നിങ്ങൾ നോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത് ഇന്ന് തന്നെ അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ അക്കൗണ്ടബിലിറ്റി നിങ്ങൾ കൃത്യമായിട്ടൊന്ന് കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഓർഗനൈസേഷൻ വളരെ മാസീവായിട്ടുള്ള ഒരു ഗ്രോത്തിലേക്ക് വരുന്ന ദിവസങ്ങളിൽ മാറുന്നുണ്ടാവും. അതിനകത്ത് ഒരു സംശയം വേണ്ട. ഐ ക്യാൻ ഗ്യാരണ്ടി ദാറ്റ്. ഓക്കെ, സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്, വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് വിഷ് യു വെൽത്ത്. താങ്ക് യു സോ മച്ച്. Thank you, Sajid sir. Thank you for the wonderful session. ബിസിനസ്സിലേക്ക് സീരിയസ് ആയിട്ട് ഇറങ്ങുന്ന ആളുകൾ ആരോടൊക്കെ അക്കൗണ്ടബിൾ ആയിരിക്കണം എന്ന് ഇന്നിപ്പം മനസ്സിലാക്കി തന്നു. നമ്മളോട് തന്നെ നമ്മുടെ സ്കിൽസും റിലേഷൻഷിപ്പും ഒക്കെ യൂസ് ചെയ്യുന്ന നമ്മളോട് തന്നെ നമ്മൾ അക്കൗണ്ടബിൾ ആയിരിക്കണം. പിന്നെ നമ്മുടെ ഫാമിലിയോട്, നമ്മളുടെ അപ്ലൈനോട് നമുക്ക് കോൺഫിഡൻസും സപ്പോർട്ടും ഒക്കെ തന്ന് നമ്മളെ കൂടെ നിൽക്കുന്ന, നമ്മളെ ബിസിനസ് വളർത്താൻ സഹായിക്കുന്ന നമ്മുടെ അപ്ലൈനോട് നമ്മൾ അക്കൗണ്ടബിൾ ആയിരിക്കണം. പിന്നെ എല്ലാത്തിനും അപ്പുറം നമ്മുടെ ടീമിനോട്, നമുക്ക് ഓരോ പിവിയും കയറാൻ സഹായിക്കുന്നതും അതുപോലെ നമുക്കൊപ്പം നിന്ന് ബിസിനസ് വളർത്താൻ സഹായിക്കുന്ന നമ്മുടെ ടീമിനോട്, നമ്മുടെ ഡൗൺലൈൻസിനോട് നമ്മൾ അക്കൗണ്ടബിൾ ആയിരിക്കണം. നമ്മുടെ സിസ്റ്റത്തോട് നമ്മൾ അക്കൗണ്ടബിൾ ആയിരിക്കണം. പിന്നെ നമ്മുടെ ക്വാളിറ്റി പ്രോഡക്ട്സ്, നമുക്ക് ആരോടും ധൈര്യമായിട്ട് പറയാൻ പറ്റുന്ന നമ്മുടെ ക്വാളിറ്റി പ്രോഡക്ട്സിനോട് നമ്മൾ അക്കൗണ്ടബിൾ ആയിരിക്കണം. പിന്നെ നമ്മളുടെ മാനേജ്മെന്റിനോട്, ഇപ്പം നമുക്ക് ഏറ്റവും പ്യൂറസ്റ്റ്, നേരത്തെ സാർ പറഞ്ഞതുപോലെ തന്നെ പ്യൂറസ്റ്റ് ഫോം ഓഫ് ഡയറക്ട് സെല്ലിംഗ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത നമ്മുടെ വെസ്റ്റീജ് മാനേജ്മെന്റിനോട് നമുക്ക് അക്കൗണ്ടബിൾ ആയിരിക്കണം. എല്ലാത്തിനും അപ്പുറം നമ്മുടെ ഗോഡിനോട്, നമുക്ക് ഇങ്ങനെ ഒരു ബിസിനസ് നമ്മളിലേക്ക് എത്തിച്ചു തന്ന, ആ ഒരു അവസരം നമ്മളിലേക്ക് എത്തിച്ചു തന്നത് നമുക്കൊരു ദൈവാധീനം അല്ലെ ഒരു ഈശ്വരന്റെ ഒരു അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ്. നമ്മളുടെ അപ്ലൈൻ സാർ എപ്പോഴും പറയാറുണ്ട്, ഒരു ദൈവികമായിട്ടുള്ള ബിസിനസ്സിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പൊ ആ ഒരു അനുഗ്രഹം നമ്മളിലേക്ക് എത്തിച്ചു തന്ന ഗോഡിനോടും നമ്മൾ എപ്പോഴും അക്കൗണ്ടബിൾ ആയിരിക്കണം. ഇതൊന്നും ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്ത കാര്യമാണ്, ഇങ്ങനെ ഒരു കുറെ കാര്യങ്ങൾ. ഇതൊരു എന്താ പറയാ, വളരെ നല്ല ഒരു അറിവായിരുന്നു. ഒരുപാട് ആളുകൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു സജീഷ് സാർ, താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ സെഷൻ. വിഷ് യു വെൽത്ത്.